BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇതിനായി BJP സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കർമ്മ പദ്ധതി തയ്യാറാക്കിയാകും രാജീവ് ചന്ദ്രശേഖരന്റെ തുടക്കം. BJP സംസ്ഥാന കൗൺസിൽ യോഗസ്ഥലത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള BJP പ്രസിഡന്റുമാർ സംഘടനാ സംവിധാനത്തിലൂടെ ഒന്നുകിൽ സംഘപരിവാർ സംഘടനകളുടെ അല്ലെങ്കിൽ BJPയിലൂടെ തന്നെ അല്ലെങ്കിൽ അതിന്റെ വിഭജന സംഘടനകളിലൂടെ ഒക്കെ വന്നവരായിരുന്നുവെങ്കിൽ തികച്ചും വ്യത്യസ്തനായ ഒരു പ്രസിഡന്റ് വരികയാണ് കോർപ്പറേറ്റ് ലോകത്ത് നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് 14 ജില്ലകളിലെയും സംഘടനാ സംവിധാനങ്ങളോട് ആ നിലയ്ക്ക് ഒരു ബന്ധമുണ്ടാകണം എന്നുമില്ല. സംഘടനയെ എങ്ങനെ ചലിപ്പിക്കാനാണ് ഒരു കോർപ്പറേറ്റ് ബോസ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത്? എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന ശൈലി എന്നത് അദ്ദേഹം ഇനി അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും BJPയുടെ രൂപീകരണ കാലം തൊട്ട് ഇതുവരെയുള്ള പ്രസിഡന്റുമാരുടെ ഒരു പ്രവർത്തന ശൈലി ആയിരിക്കില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം താഴെതലത്തിൽ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ സമരമുഖത്ത് നിന്നോ ഒന്നും ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനായി വന്ന ആളല്ല രാജീവ് ചന്ദ്രശേഖർ. അതിനുമുൻപ് ഇന്നിപ്പോൾ രാവിലെ ഔദ്യോഗികമായുള്ള ചടങ്ങുകൾ മാത്രമാണ്, ഔപചാരികമായ ചടങ്ങുകൾ മാത്രമാണ്. കാരണം സംസ്ഥാന കൗൺസിൽ ചേർന്ന് ഒറ്റ നോമിനേഷൻ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിന് അംഗീകാരം കൊടുക്കുക എന്നത് മാത്രമേ ഈ കൗൺസിലിന്റെ ചുമതലയുള്ളൂ. ഇന്ന് രാവിലെ അദ്ദേഹം ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് അഭിലാഷ ശ്രദ്ധിക്കണം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളാണ് അദ്ദേഹം ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം സംഘടന കൊണ്ട് ശക്തരാകുക എന്നും പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്നുമുള്ള ആഹ്വാനം അദ്ദേഹം പ്രവർത്തകർക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പ്രവർത്തന രീതി എങ്ങനെയെന്നെല്ലാം നമുക്ക് അറിയാനിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ സംസ്ഥാന സെക്രട്ടറിയായ JR പത്മകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു താഴെതലത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു സംസ്ഥാന അധ്യക്ഷനല്ല BJPക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ വർഷങ്ങളായി നിങ്ങളെല്ലാം കണ്ടുവരുന്ന ഒരു സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തന ശൈലി ആയിരിക്കില്ല. എങ്ങനെ മാറ്റത്തെ കാണുന്നു? അല്ല, അങ്ങനെയല്ലല്ലോ. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു, ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്നു, അദ്ദേഹം സജീവമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു. പാർട്ടിയെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രവർത്തനമല്ലല്ലോ, ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവും ആ മേഖലയിൽ പരിചയമുള്ള ആളുകൾ വരുമ്പോൾ അതിന് കുറച്ചുകൂടി ആക്സലറേഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകർക്ക് ഒരു പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ നേരിട്ട് ഇടപഴകിയുള്ള ഒരു അറിവുള്ള ഒരാളല്ലല്ലോ. അങ്ങനെ ആവശ്യമില്ലല്ലോ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരുവനന്തപുരത്താണ് മത്സരിച്ചതെങ്കിലും കേരളത്തിലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അതനുസരിച്ച് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും അനുഭവ സമ്പത്തും എല്ലാം തീർച്ചയായിട്ടും BJPക്ക് കൂടെ പുതിയ മാറ്റം, ഒരു പുതിയ യുഗമാണോ? അല്ല, പുതിയ യുഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ കാലഘട്ടം മാറി മാറി വരുന്നുണ്ട്. അതിനനുസരിച്ച് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വളർച്ചയ്ക്ക് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. BJP എന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് അപ്പുറത്തേക്കുള്ള ആളുകളെ പാർട്ടിയിൽ എത്തിക്കാൻ ഇതൊരു സഹായമാണ്. ഇദ്ദേഹം BJPയിലാണല്ലോ, എത്രയോ ജനപ്രതിയായിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ കഴിവും തീർച്ചയായിട്ടും ഇടപെടലും പുതിയ ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരും. അത് തന്നെയാണല്ലോ ഒരു പാർട്ടിയുടെ വളർച്ച എന്ന് പറയുമ്പോൾ. പുതിയ പുതിയ ആളുകൾ പുതിയ മേഖലകളിൽ നിന്ന് വരിക എന്നുള്ളതാണ്. അല്ലാതെ സ്ഥിരമായി കുറെ ആളുകൾ മാത്രമായിട്ട് BJP ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ ആളുകളെ കൊണ്ടുവരണം. അതിന് ഓരോരുത്തരുടെ കഴിവും പ്രാപ്തിയും എല്ലാം പ്രയോജനപ്പെടുത്തും. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ, നേതൃസ്ഥാനം, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാവും. കേരളത്തിലൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് തീർച്ചയായും സഹായകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നേതാക്കളെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ BJPയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റ് വരുമ്പോൾ എൻറ്റയറായി പുതിയൊരു ടീം വരിക എന്നുള്ളതാണ്. ഓരോ പ്രസിഡന്റുമാർക്കും അവരവരുടേതായ ടീമുകളാണുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ സ്ഥാനം മാത്രമാണെങ്കിൽ BJPയെ സംബന്ധിച്ച് ആ ടീം തന്നെ പുതിയതാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ ആരൊക്കെയാകും ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ ഇടംകൈയും വലങ്കൈയുമായി നിൽക്കുക, ആരൊക്കെയാകും സാരഥിയായി നിൽക്കുക? ഇതേക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ആരാണ് ടീം ചന്ദ്രശേഖർ എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ് കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ വർക്ക് ഫോഴ്സായി പ്രവർത്തിക്കേണ്ടത് പ്രധാനമായും 4 ജനറൽ സെക്രട്ടറിമാർ, പിന്നെ വൈസ് പ്രസിഡന്റുമാരെല്ലാമാണ്. അപ്പോൾ 4 ജനറൽ സെക്രട്ടറിമാർ ആര് എന്ന ചോദ്യത്തിനാണ് പ്രധാനമായി ഉത്തരം കണ്ടെത്തേണ്ടത്. അതിനിപ്പോൾ ദേശീയ അധ്യക്ഷന്റെ കൂടി പൂർണ്ണമായ കൺസൾട്ടേഷനിൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമാണിത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാസം 30-31 BJPയുടെ ദേശീയ അധ്യക്ഷൻ മാറും. അപ്പോൾ പുതിയ ദേശീയ അധ്യക്ഷൻ വന്ന ശേഷമായിരിക്കും കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കും
പ്രവർത്തിക്കേണ്ട നേതാക്കൾ ആരൊക്കെയാണ്, സംസ്ഥാന ഭാരവാഹികൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തൂ എന്നതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ രണ്ട് പക്ഷമായി നിൽക്കുന്ന BJP-യിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മുതിർന്ന നേതാക്കൾ, സംഘടനാ പാഠവുമുള്ളവരുണ്ട്. അവരെയൊന്നും ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ അവരെ പാടെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല. കാരണം 30 ജില്ലാ പ്രസിഡന്റുമാരുടെ കണക്കെടുത്താലും വി മുരളീധരനെയും PK കൃഷ്ണദാസിനെയും ശോഭാ സുരേന്ദ്രനെയും അനുകൂലിക്കുന്നവരാണ് മുഴുവൻ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ ഇവരുടെ എല്ലാം ഒരു ഐക്യത അനിവാര്യമാണ്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരായി രാജീവ് ചന്ദ്രശേഖർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് 14 ജില്ലയല്ല BJP-ക്ക്, അവർക്ക് 30 ജില്ലയാണ്, 30 ജില്ലാ പ്രസിഡന്റുമാരുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ എൻ്റെയർ ആയിട്ടുള്ള ഒരു മാറ്റമൊന്നും സാധ്യമാകില്ല. ഈ രണ്ട് പക്ഷത്തുള്ളവരും ഒക്കെ തന്നെ വെച്ചുള്ള ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്ന് തന്നെയല്ല, നേരത്തെ കുമ്മനം രാജശേഖരനെ അവർ പ്രസിഡന്റായിട്ട് കൊണ്ടുവരുമ്പോൾ വളരെ താഴെത്തട്ടിൽ നിന്ന് RSSന്റെ VHPയുടെ ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ അദ്ദേഹത്തെ സംഘടന ചുമതല ഏൽപ്പിച്ചതിന് ശേഷം സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കണം എന്ന് മാത്രമേ BJP കേന്ദ്ര നേതൃത്വത്തിന് പറയാനുണ്ടാവുള്ളൂ. കാരണം അതിനുശേഷം സംഭവിച്ചത് കണ്ടതാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്. പക്ഷേ BJP-യെ സംബന്ധിച്ച് ഏറെക്കാലമായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന നേതാക്കൾക്ക് ഈ ടോപ്പ് പോസ്റ്റ് കിട്ടിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എത്രമാത്രം സഹകരിക്കും? വലിയ ചലഞ്ചിങ് റോളാണ് രാജീവ് ചന്ദ്രശേഖറിന് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.